ഇസ്രായേലിലെ നെഗേവി വ്യോമതാവളത്തിൽ വൻ നാശനഷ്ടങ്ങൾ. ഇസ്രായേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായാണ് ഇറാന്റെ ആക്രമണം. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. ഈ സാഹചര്യത്തിൽ കൃത്യമായ തിരിച്ചടി നടത്താൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഇപ്പോൾ ഒരു തിരിച്ചടി നൽകുമ്പോൾ അത് ഇറാൻ എന്നെന്നും ഓർമ്മിക്കത്തക്ക വിധത്തിലായിരിക്കണമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഖെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോഗിച്ചത്. അതേസമയം 200ഓളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായും മിക്കതും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം തന്നെ അവകാശപ്പെടുകയാണ്. ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തു. നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിതല യോഗത്തിന് ശേഷമായിരുന്നു ബൈഡനുമായുള്ള ചർച്ച. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ UN സുരക്ഷാ കൌൺസിൽ ഇന്ന് അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ 2 സൈനിക ജനറൽമാർ കൊല്ലപ്പെടാൻ ഇടയാക്കിയ ഡമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിൽ നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമതാവളം ആക്രമിച്ചത് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. നേരത്തെ ഇസ്രായേൽ വ്യവസായയുടെ കപ്പൽ പിടിച്ചെടുക്കുകയും അതിനും ഇന്ത്യ ഒരു തിരിച്ചടി നൽകാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. കാരണം 17ഓളം ഇന്ത്യൻ പൗരന്മാർ അതിനകത്തുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.